ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് 2 മാങ്ങയാണ് എടുക്കുന്നത്. പഴുത്ത മാങ്ങ 2 എടുക്കുന്നത് കേട്ടോ. ആ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ മാങ്ങ ഞാനിവിടെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ മാങ്ങയുടെ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു ഏലക്കയുടെ കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം പാടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങ മിക്സ് ഇല്ലേ, മാങ്ങയുടെ എസൻസ്, മാംഗോ മിക്സ് അതുകൂടെ ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ഫ്ലേവറും ഉണ്ടാകും, ഒരു കളറും കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരം ചേർക്കുന്ന സ്നാക്കുകൾക്കെല്ലാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 250 ml കപ്പിൽ 1 കപ്പ് മൈദ നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഒരു 1/4 കപ്പ് വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു 2 മാങ്ങ, ഒരു മീഡിയം വലുപ്പമുള്ള 2 മാങ്ങ എടുക്കുന്ന സമയത്ത് 1 കപ്പ് മൈദ, 1/4 കപ്പ് റവ കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് നമ്മളൊരല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെള്ളവും പിന്നെ വേറൊരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ ഈ അളവിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു വ്യത്യാസമൊക്കെ വരും. അത് നിങ്ങൾ കൺസിസ്റ്റൻസി അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതൊരു പാത്രം, ഒരു ചെറിയൊരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കോഴിമുട്ട നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റാക്കിയിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരം മുട്ടയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ, നമ്മൾ അപ്പസോഡ എന്ന് പറയില്ലേ, അപ്പക്കാരം എന്ന് പറയുന്നത്, അത് ഒരു ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെങ്കിൽ 1 പിഞ്ച് ചേർത്താൽ മതി. ഞാനിത് രണ്ടും ചേർക്കുന്നില്ല. അതിന് പകരം മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മുട്ടയൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ മാങ്ങയുടെയൊക്കെ കാലമാണ്, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ മാങ്ങയൊക്കെ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ആക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അരിപ്പൊടിയാണ്, നിങ്ങൾ മൈദയ്ക്ക് പകരം അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പുറമൊക്കെ കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉള്ളെന്നാലും കുറച്ചൊക്കെ സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാത്തവർക്ക് മൈദ ഞാൻ ചേർത്തതിന് പകരം അരിപ്പൊടി യൂസ് ആക്കാം കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഓയിലൊന്ന് ചൂടാക്കുന്ന സമയം മാത്രം അതവിടെ ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓയിലേക്ക് ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. നന്നായിട്ട് കുറക്കുക വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ വളരെ ചെറിയ ബോളായിട്ടാണ് ഞാനിതിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടും ഇതുപോലെ കോരി ഒഴിച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഇതൊരു പാൻ കേക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ഓയിലൊന്നും ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യൊന്ന് നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു എന്താ പറയുക ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതിങ്ങനെ കുറച്ചായിട്ട് ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ടിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് 2 ഭാഗവും വേവിച്ചെടുക്കാം. അങ്ങനെയും ഓയിലില്ലാതെയും ഇത് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ പാൻ കേക്ക് ആയിട്ട് വേണമെങ്കിലും അങ്ങനെയും യൂസ് ആക്കാം. അപ്പോൾ അതായത് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2 ഭാഗവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതൊരു നല്ല വെയിറ്റായിട്ടുള്ള ഒരു പാത്രത്തിലാണെങ്കിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. നല്ല ബോൾ പോലെ നല്ല ഉണ്ടയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്.
അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടുകയും ചെയ്യും. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതും റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഒരുപാട് വ്യൂസൊക്കെ കുറവാണ്, കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ അതായത് 2 ഭാഗവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെയൊന്ന് കളറൊന്ന് ചേഞ്ചായി നല്ല ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആയിരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ആദ്യം കുക്കായി ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, പക്ഷെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, ക്യാമറയിൽ കൂടി എത്ര കാണുന്നതെന്ന് അറിയില്ല. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിതിങ്ങനെ ഒരു കുഴിഞ്ഞ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കിയതെങ്കിലും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ അതവിടെ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ ആരെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ മാങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.